ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ DCC പ്രസിഡന്റ് ഇപ്പം കരുവന്നൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് വിചിത്രമാണ്. ഈ ജില്ലയിലെ തന്നെ എത്ര ബാങ്കുകൾ കുരുതി കൊടുത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. ജോസഫ് ടാജറ്റ് വസ്തുതാവിരുദ്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് BJPയുടെ രാഷ്ട്രീയത്തെ ഫലപ്രദമായി റെസിസ്റ്റ് ചെയ്യാനുള്ള വിൽ പവറില്ല. അവരോട് പലയിടങ്ങളിലും നിങ്ങൾ സന്ധി ചെയ്യുകയാണ്, അവരുമായിട്ട് കൂട്ടുചേരുകയാണ്. പുറത്ത് ഞങ്ങൾ BJP വിരുദ്ധമെന്ന് പറയും, പക്ഷേ അവരോടൊപ്പം ഒത്തുചേരും. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. എന്നാൽ തികഞ്ഞ അഭിമാനത്തോടെ ഞങ്ങൾ പറയും, ഈ കേരളത്തിലോ ഈ ജില്ലയിലോ ഒരിടത്തും അത്തരത്തിലുള്ള അവിശുദ്ധ സഖ്യത്തിന് ഞങ്ങൾ തയ്യാറല്ല. തോറ്റുപോയാലും ഞങ്ങൾ ചിലയിടത്ത് തോറ്റുപോയിട്ടുണ്ട്. ഇപ്പോൾ സമാസമം നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ ചാക്കിട്ട് പിടിക്കാമായിരുന്നെങ്കിൽ ഭരണം കിട്ടുമായിരുന്നു. ഒരിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇതിനകത്ത് ഞങ്ങളുടെ നിലപാട് പറഞ്ഞല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരാൾ അയാൾ ഓഡിയോയിൽ എന്തു പറഞ്ഞു, അതായത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് UDFൻ്റെ ഒരാൾ UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ പിന്നെ നിങ്ങളുടെ നിലപാട് നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് പിന്താങ്ങാം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള സംഗതികൾ ഇതൊക്കെ ആര് വിശ്വസിക്കും? ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിന് 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ 5000 രൂപ എടുക്കല്ലാത്ത ഒരു സ്ഥലത്താണ് 50 ലക്ഷം. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അടിസ്ഥാനരഹിതമാണ്. ഒരു തരത്തിലുള്ള തെളിവും ഇല്ലാത്ത ആരോപണങ്ങളാണ് പോയി വെടികളായിട്ട് ഉതിർക്കുന്നത്. അത് ചീറ്റിപ്പോവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അയാളോട് ചോദിക്കേണ്ട കാര്യമാണ്, അയാൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. അയാൾ വിശദീകരിക്കട്ടെ. ഞങ്ങൾ ഏതെങ്കിലും നേതാവ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയട്ടെ. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള നേർബന്ധങ്ങളോ അല്ലെങ്കിൽ വളഞ്ഞ വഴിയുള്ള ബന്ധങ്ങളോ അദ്ദേഹവുമായിട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു. അവിടെ സംഭവിച്ചതെന്താ? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നില്ല. ഞങ്ങളാൾ ജയിച്ചു. ഞങ്ങൾക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൽ ഞങ്ങളുടെ ഒരാളുടെ വോട്ട് അസാധുവായി. പക്ഷേ എന്നിട്ടും നറുക്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അതാണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് ഈ കാര്യങ്ങൾ. ഇവിടെ ജില്ലയിൽ തന്നെ മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും ഒക്കെ തെളിഞ്ഞ വർഗീയ കൂട്ടുകെട്ടിൻ്റെ നിലപാട് നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തിരിച്ചറിയണം എന്നൊരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.